ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തമ്പുരയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കാളാഞ്ചി വെച്ചിട്ടുള്ള ഒരു മീൻ വറ്റിച്ചതായിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല സൂപ്പർ കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ കാളാഞ്ചിയാണ്. ഒരു 10 പീസോളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വച്ചേക്കുന്നതാണ്. ഒരു 5 കുടംപുളി ഞാൻ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെക്കുക, എന്നാലാണ് ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ബൗളിലോട്ട് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടില്ല കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലൊരു പേസ്റ്റാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വലിയ ആൾക്കാർക്കൊക്കെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ല എരിവും കൂടെ ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മീൻ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കറിവേപ്പില കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം, നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതനുസരിച്ചിട്ട്. കറിവേപ്പില നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്, നമ്മൾ ആദ്യമേ തന്നെ മുളക് പൊടിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോവുകയില്ല, നല്ല കുറുകിയ ചാറ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ആ ഒരു മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കണം. അതുവരെ ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടൊക്കെ ഉണ്ട്, ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്, നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കറിക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറി മീൻ വറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ ഒരുപാട് ഗ്രേവി നമുക്ക് ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ നല്ല കുറുകിയ ചാറുമായിരിക്കും. അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് അതിൻ്റെയൊക്കെ അളവ് പറയാതിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് ചുറ്റിനുണ്ട് കേട്ടോ. ആ ഒരു മീനിൻ്റെ സ്മെല്ലടിച്ചിട്ട് എല്ലാവരും വന്ന് ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തന്നെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഗ്രേവിയും ഫിഷും കൂടെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാം. തിളച്ച് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കണ്ട കേട്ടോ.
അപ്പോൾ ഏകദേശം ഇവിടെ തിളച്ച് തുടങ്ങി. ഇനി നമുക്കത് എന്താണ് നമ്മുടെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വിറക് നമ്മൾ മാറ്റിയിട്ട് ചെറു തീയിൽ വെക്കുക. ഗ്യാസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് ഈ ഒരു കറി നന്നായിട്ട് കുറുകണം, വെള്ളമൊക്കെ വറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫിഷും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതാണ് ആദ്യമേ തന്നെ ഗ്രേവി ഒരുപാട് ചേർക്കേണ്ടെന്ന് പറഞ്ഞത്. കാരണം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അന്നേരം ഇത് പയ്യെ ഇരുന്ന് നന്നായിട്ട് കുറുകി വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. ഏകദേശം കറിയിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. അതാണ് നമ്മുടെ പാകം. വെളിച്ചെണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. അതുപോലെ നല്ല കളറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മീൻ കറി കണ്ടാൽ തന്നെ നമുക്ക് ചോറ് തിന്നാനായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു മീൻ ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾ ഇക്കടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചതല്ല, നല്ല അടിപൊളി ഫ്രഷ് മീനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. കറി ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവിയാണ്. അതുപോലെ നല്ല പുളിയും നല്ല എരിവൊക്കെ ഉള്ള, നമുക്ക് കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കാരണങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.